ഹലോ ആൻഡ് ഹായ് വ്യൂവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ ചെയ്ത ഒരു കോളിഫ്ലവർ മസാല റെസിപ്പിയാണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കോളിഫ്ലവറിനെ അടർത്തി ഉപ്പും മഞ്ഞളും വെള്ളവും ഒഴിച്ച് വെച്ചിരിക്കുക ചരുവത്തിൽ. അത് കാര്യം എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നാലേ, എന്നിട്ട് കഴുകിയെടുക്കാം. ഇവിടെ ഞാൻ 2 വലിയ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇവിടെ ഞാനിത് വീണ്ടും കഴുകി സ്ട്രെയിനറിൽ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ വളരെ നന്നായിരിക്കും, അടി പിടിക്കത്തില്ല. അപ്പം ഞാനിവിടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇപ്പോൾ വഴണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറിക്കഴിയുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി. അപ്പം ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പെപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇവിടെ എനിക്ക് താല്പര്യം മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. ഇനി നമ്മൾ 1 സ്പൂൺ ഗരം മസാലയും കൂടെ ഇടുകയാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അതിനെ യോജിപ്പിച്ചതിന് ശേഷം കോളിഫ്ലവർ ഇതിലോട്ട് തട്ടുകയാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി സ്റ്റർ ചെയ്ത്, ഒന്ന് ഉടഞ്ഞു പോകാതെ സ്റ്റർ ചെയ്ത് അടച്ച് വെക്കണം. കാര്യം അത് സ്റ്റീമിലിരുന്ന് ആവിയിലിരുന്ന് അതങ്ങ് വെന്തോളും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം വെള്ളം ഞാനിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. കാര്യം ഞാൻ എൻ്റെ ഈ കോളിഫ്ലവറിൽ ഇച്ചിരി വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ടേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ശരിക്കും ഇത് ആവിയിൽ കിടന്ന് വേകുമ്പോഴാണ് ഒരു ഭയങ്കര ടേസ്റ്റും മണമൊക്കെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, പക്ഷേ ഞാനിതിൽ ഒഴിക്കുന്നില്ല. നന്നായിട്ട് ഇതിനെ സ്റ്റർ ചെയ്തിട്ട് അടച്ചു വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അടുപ്പത്ത് ഇങ്ങനെ ഇത് ഇരുന്ന് കഴിയുമ്പം നല്ലതായിട്ട് വെന്ത് കിട്ടും നമുക്ക്. പിന്നെ ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിക്ക്, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചപ്പാത്തിക്കായിരുന്നാലും ചോറിനായിരുന്നാലും നമുക്കിത് എടുക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഓൾമോസ്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കാര്യം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതെ ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ സ്റ്റർ ചെയ്യുമ്പോഴേ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് കീപ്പ് വാച്ചിങ്. ബൈ.